ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു ഫാത്തീസ് ലൈഫ്. അപ്പം നമ്മൾ ബേബി ഞങ്ങളൊക്കെ ഒന്ന് നോമ്പ് തുറക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഞങ്ങൾ നോമ്പ് തുറക്കാൻ പോകുക നിലമ്പൂരിൻ്റെ അല്ലേ. കുട്ടി കുറുമ്പായിട്ടാണ് എടുക്കാൻ പറഞ്ഞിട്ട്. അപ്പം ഇതപ്പം നമ്മളുള്ളത് നമ്മളെ പഴയ കുല്ല് 5-ലാണ് കേട്ടോ. നമ്മൾ ആദ്യമൊക്കെ വരുന്ന കുല്ല് 5-ലാണ് ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത്. ഈ വേസ്റ്റ് ആണത്. നമ്മളെ കുല്ല് 5-ല് വന്നതാണ്. അപ്പോൾ അവിടെ എത്തിയപ്പം അടച്ചു കേട്ടോ. ഇനി സ്ഥലം കഴിഞ്ഞിട്ടേ തുറക്കുള്ളൂ. ഞങ്ങൾ കുല്ല് 5 കയറിയ സമയത്ത് വണ്ടി കഴുകാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ആൾക്കാരുണ്ടായപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ പുറത്തുനിന്ന് വണ്ടി കഴുകിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും 30 റിയാൽ 40 റിയാലൊക്കെ ആണ് കേട്ടോ വണ്ടി കഴുകാൻ വേണ്ടിയിട്ട് ചാർജ് ചെയ്യണത്. അപ്പോൾ ഇവരുടെ അടുത്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മളെവിടെയെങ്കിലും വന്ന് വണ്ടി നിർത്തിയിട്ട് കഴിയുമ്പം അവർ ക്ലീൻ ചെയ്ത് തരാൻ ആകെ 10 റിയാലിനാണ് കേട്ടോ. അവർ നല്ല അടിപൊളിയായിട്ട് നല്ല സർവീസാണ്. നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ കഴുകി വൃത്തിയാക്കിയിട്ട് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഞങ്ങൾ വണ്ടി ഇവിടെ വെച്ചിട്ട് പോയപ്പോൾ പർച്ചേസിങ്ങിന് പോകുമ്പോൾ ഇവിടെ വെച്ചതായിരുന്നു. പക്ഷേ കട അടച്ചതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റിയില്ല. എന്നാലും വണ്ടി കഴുകി നല്ല കുട്ടപ്പനാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. വണ്ടിയൊക്കെ കഴുകി ഞങ്ങളങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പം ഇന്ന് ഇഫ്താർ മീറ്റ് എന്ന് പറയുന്നത് നമ്മളെ നിലമ്പൂരിൻ്റെ 7 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും കൂടെ ചേർന്നിട്ടുള്ള ഒരു മീറ്റപ്പാണ്, ഇഫ്താർ മീറ്റപ്പാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതാ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ അതാ നമ്മൾ പാർക്കിങ്ങിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പോവാണ് കേട്ടോ. അപ്പൊ നമ്മൾ ആരെയാടാ ഷൗക്കത്താക്കിയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പൊ എല്ലാരും ഇവിടെ നോമ്പ് തുറക്കാതിരിക്കാനുള്ള ടൈം ആയിക്കണം. അപ്പൊ ഇതാ ഞങ്ങളങ്ങനെ നോമ്പ് തുറക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പം എന്തൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ? ഒരു സമൂസ ഉണ്ട്, പിന്നെന്താ പൂവട, പിന്നെ ഫ്രൂട്ട്സ്, പിന്നെ ജ്യൂസ്, ലെബന്, വെള്ളം, ഇതൊക്കെയാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുകയാണ്. അവിടെ ബാക്കിൽ ആണുങ്ങളെല്ലാവരും കംപ്ലീറ്റ് ഉണ്ട്. ആരംഭിക്കാൻ വളരെ കുറച്ച് നിമിഷങ്ങളുള്ളൂ. എല്ലാവരും ഇടവിട്ട് അങ്ങനെ ഞങ്ങൾ നോമ്പ് തുറക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ബാങ്ക് വിളിക്കാൻ ഏകദേശം ടൈം ആയിക്കണം കേട്ടോ, ആവാനായിക്കണേ. എൻ്റെ ജ്യൂസും വെള്ളമൊക്കെ ബേബി എടുത്ത് പോയി. എനിക്ക് നോമ്പ് തുറക്കാനൊന്നുമില്ല, എനിക്ക് ജ്യൂസൊന്നുമില്ല. ഇപ്പം എല്ലാവരും ഇത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം അതാ നിയോൻ്റെ ഇതൊക്കെയാണ് കേട്ടോ. അതേ മാം നിയോ ഗ്രാൻഡ് ഇഫ്താർ മീറ്റ് ആണത്. അതിൻ്റെ സ്റ്റിക്കറൊക്കെയാണുള്ളത്. ഇപ്പം ബാങ്ക് വിളിക്കണ്ട്. ഓ അപ്പം ഇതൊരു വെറൈറ്റി പൂവടയൊക്കെയാണ്. എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് ഈ അവസരത്തിൽ പറയുന്നില്ല. ഒരുപക്ഷെ സ്ഥാപക നേതാവായ ശ്രീ ആലിയാടൻ ഷൗക്കത്തിനെ ഈ
പരിപാടിയിലേക്ക് കൃത്യമായ സ്വാഗതം ചെയ്തു. എല്ലാവരും ഡ്രഗ്സിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു വസ്തുതയാണ് നാം കാണുന്നത്. ഇതിനെതിരെ പ്രതികരിക്കേണ്ടതും ഇതിനെതിരെ ഇതാണ് നമ്മളെ ഫുഡ്. വളരെ അനിവാര്യമാണ്. നിങ്ങൾക്കറിയാം, ഒരിക്കലും ഇത്തരത്തിലുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ വിൽപ്പന നടത്തുകയോ ഇടനിലക്കാരനായി നിലകൊള്ളുകയോ ചെയ്യില്ല എന്നും എന്റെ കുടുംബം, എന്റെ സുഹൃത്തുക്കൾ, തൊഴിൽ സ്ഥലം, മറ്റ് സ്വാധീന മേഖലകൾ എന്നിവിടങ്ങളിൽ ലഹരി ഉൽപ്പന്നങ്ങളുടെ സാന്നിധ്യം ഇല്ലെന്ന് ഉറപ്പുവരുത്തുമെന്നും ലഹരിയുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും സമൂഹത്തെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്ന പ്രക്രിയകളിൽ പങ്കാളിയാകുമെന്നും ലഹരി ഉപയോഗമോ കച്ചവടമോ നടത്തുന്ന ആളുകളെ തിരിച്ചറിയുന്ന പക്ഷം ഉപേക്ഷയോ ഉദാസീനതയോ കൂടാതെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുമെന്നും ലഹരി വിമുക്ത സമൂഹത്തിനായി ജാതി മത രാഷ്ട്രീയ സംഘടന ഭേദമന്യേ എല്ലാവരോടും സഹകരിക്കുമെന്നും ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. ലഹരി നമുക്ക് വേണ്ട, വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. ജയ് ഹിന്ദ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഒരു പ്രസംഗത്തിനും പ്രഭാഷണത്തിനും ഒരു വേദിയല്ല. പ്രശംസനീയമാണ്, ശ്ലാഘനീയമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ മാതൃക നമുക്ക് നിലമ്പൂരിൽ നമുക്ക് തുടരേണ്ടതുണ്ട്. കഴിഞ്ഞ കാലത്തൊക്കെ വിദ്യാഭ്യാസം എടുത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഒരു പുതിയ കരിക്കുലം തീർത്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് പാഠ്യേതര പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധമായ ഖുർആനിനെ മനസ്സിലാക്കുവാനും പഠിക്കുവാനും ഒരു ഉദാത്തമമായ ഒരു സ്ഥാപനം എടക്കരയിൽ വരികയാണ്. ആ സ്ഥാപനത്തിന്റെ പ്രത്യേകത ഇന്ന് നമ്മുടെ കേരളത്തിൽ ഒരു സ്ഥാപനങ്ങളിലും ഇല്ലാത്ത തരത്തിൽ കുട്ടികൾ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഞങ്ങളെ പാർക്കൊക്കെ വന്നിട്ടോ. ഇപ്പൊ ഇതാ എല്ലാ സാധനവും റൂമിൽ നിന്ന് എടുത്തിട്ടാണ് എന്നും വരുന്ന പാർക്കിലെ വീണ്ടും ഞങ്ങള് മക്കൾക്ക് ഊഞ്ഞാലാടാൻ വന്നു. അപ്പൊ അവർക്ക് കഴിക്കാനുള്ളതൊക്കെ കൊണ്ടാട്ടോ പോന്നിട്ടുള്ളത്. അല്ല ഊഞ്ഞാലാടി കഴിയുമ്പോ ക്ഷീണിക്കും ബേബിയൊക്കെ അല്ലേ. അപ്പൊ ഞങ്ങൾ ഊഞ്ഞാലാടാൻ പോവാണ്. രണ്ടാളെ കയ്യും പിടിക്കണം കേട്ടാ. ഇവിടെ ഇരിക്കാൻ ബെഞ്ചും ഡെസ്കൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ ഇരിക്കട്ടോ, കുറച്ചേരം അവിടെ കളിച്ചോളെ. ഇവിടെ ചെറിയ കുട്ടിക്ക് ഇരിക്കാൻ പറ്റിയ ടേബിളും ചെയറും പോലെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മക്കളിതാ ജ്യൂസൊക്കെ അതിലാക്കി വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ വത്തക്ക ഉണ്ട്. അവർ കളിച്ച് വരട്ടെ. എന്നും ഇവിടെ ഈ വെള്ളത്തിൻ്റെ കാണലുണ്ടെങ്കിലും വാട്ടർ ഷോ ഈ സമയത്താണ് കേട്ടോ. ഞങ്ങൾ ഈ സമയം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരല്. അതാ അടിപൊളി. ഇവിടെ വാട്ടർ ഷോ ഉണ്ട്. അടിപൊളി അടിപൊളി വാട്ടർ ഷോ. ഇവിടെ നല്ല അടിപൊളിയായിട്ട് വാട്ടർഫാൾസ്, നല്ല വാട്ടർഫാൾസ് ഉണ്ട് ഇവിടെ കേട്ടോ. വാട്ടർ ഡാൻസാണ്, മ്യൂസിക് ഇല്ലാതെ വാട്ടർ ഡാൻസാണ്. നല്ല അടിപൊളിയായിട്ട് ഓരോ മണിക്കൂർ ഇടവിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇപ്പോൾ 9 മണിക്ക് ഉണ്ടായിരുന്നു, ഇപ്പം സമയം 9:30 ആയിട്ടുണ്ട്.
അരയപ്പത്തിനും വീണ്ടും ഉണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ട് നല്ല അടിപൊളി സംഭവമാണ്. നല്ല ഉയരത്തിൽ പോകുന്നുണ്ട് കേട്ടോ. പതിനഞ്ച് മിനിറ്റ് ഇടവിട്ടാണ് കേട്ടോ ഈ വാട്ടർ ഷോ. 9 മണിക്ക് ഉണ്ടായിരുന്നു, പിന്നെ 9:15, 9:30, ഇപ്പോൾ 9:45. 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ അങ്ങനെ ചെയ്തു പോവാം. അപ്പോൾ അത് അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാല്ലാ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.